കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ ഇസ്ലാമിൽ 3 തരമാണ്. സാങ്കേതികമായി അതിനെ ഹുദൂദ്, ഖിസാസ്, തഅ്സീർ എന്ന് പറയാം. ഇതിൽ കൊലപാതക കുറ്റത്തിനുള്ള ശിക്ഷ ഖിസാസ് പ്രതിക്രിയയാണ്. ഇന്ത്യയിൽ കൊലപാതക കുറ്റത്തെ 2ആയാണ് വിഭജിച്ചിരിക്കുന്നത്. മനഃപൂർവമായ നരഹത്യയും മനഃപൂർവമല്ലാത്ത നരഹത്യയും. സമാനമായ രീതിയിൽ ലോകരാജ്യങ്ങളിൽ കൊലപാതകത്തിൻ്റെ സ്വഭാവത്തെ മുൻനിർത്തി കൊലപാതക കുറ്റത്തെ വ്യത്യസ്ത തരത്തിൽ നിർവചിക്കുകയും വ്യത്യസ്ത രീതിയിലുള്ള ശിക്ഷകൾ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിൽ അത് 3 തരമാണ്. അതിലൊന്നാമത്തത് കാരണമേതുമില്ലാതെ, മതപരമായ ന്യായീകരണമില്ലാതെ ഒരാളെ കൊല്ലലാണ്. അതിനുള്ള ശിക്ഷ കൊലയാളിയെ കൊല്ലും എന്നതാണ്. അതിനാണ് നമ്മൾ ഖിസാസ് പ്രതിക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെയും ഇരയുടെ കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾക്ക് ദിയാദനം സ്വീകരിച്ചുകൊണ്ട് കൊലക്കയർ ഒഴിവാക്കി കൊടുക്കാനുള്ള അവസരവുമുണ്ട്. അത് അവരുടെ അവകാശമാണ്. അതേസമയം ഇരയുടെ കൊല്ലപ്പെട്ടയാളുടെ അനന്തരാവകാശികൾ ആവശ്യപ്പെടുന്നത് കൊലക്കയർ നടപ്പാക്കണം എന്നാണെങ്കിൽ ഭരണകൂടം അത് ചെയ്യുക തന്നെ വേണ്ടി വരും. അപ്പോൾ മതം പറഞ്ഞു വെക്കുന്നത് മാപ്പു നൽകലാണ് ഉത്തമമെന്നാണ്. മനോഹരമായ ഒരു സന്ദേശമാണ് ഇസ്ലാമിൻ്റെ ഈ നിലപാട് നമുക്ക് നൽകുന്നത്. ഇരകളുടെ, കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കളുടെ നിലപാട്, അതിന് വലിയ പ്രാധാന്യമുള്ള ഒരു സമീപനാണിത്. ആധുനിക ക്രിമിനൽ നീതിന്യായ സംവിധാനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനാണ്. അതായത് ഒരാൾ കുറ്റകൃത്യം ചെയ്യുന്നു എന്നാൽ അയാൾ നിയമലംഘനം നടത്തുന്നു എന്നാണല്ലോ അതിൻ്റെ ഉദ്ദേശ്യം. അതിലൂടെ നിയമലംഘനം നടത്തുന്നയാൾ പ്രവർത്തിച്ചിരിക്കുന്നത് സ്റ്റേറ്റിനെതിരെയാണ്, ഭരണകൂടത്തിനെതിരെയാണ്. സ്വാഭാവികമായും കൊലപാതക കുറ്റം ചെയ്ത ആളും പ്രവർത്തിച്ചിരിക്കുന്നത് സ്റ്റേറ്റിനെതിരെയാണ്. അതുകൊണ്ട് ആത്യന്തികമായി അയാളുടെ ശിക്ഷ തീരുമാനിക്കുന്നത് സ്റ്റേറ്റാണ്, ഭരണകൂടമാണ്. കൊല്ലപ്പെട്ടയാളുകളുടെ വ്രണിത ഹൃദയരായ ബന്ധുക്കൾക്ക്, അനന്തരാവകാശികൾക്ക് അവിടെ ഒരു റോളും ഇല്ലാത്ത സമീപനാണ് പൊതുവെ ലോകരാജ്യങ്ങൾ കണ്ടുവരുന്നത്. എങ്കിൽ കൊലപാതക കുറ്റത്തെ പ്രതി ഇസ്ലാമിൻ്റേത് വ്യത്യസ്തമായ, കുറച്ചുകൂടെ മാനുഷികമായ ഒരു സമീപനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ കൊലപാതക കുറ്റത്തിലെ 2ാമത്തെ ഇനം എന്ന് പറയുന്നത് ഇസ്ലാമിൽ യാദൃശ്ചികമായി സംഭവിക്കുന്ന കൊലപാതകമാണ്. ഉദാഹരണത്തിന്, ഡോക്ടർ രോഗശമനം ലക്ഷ്യമാക്കി രോഗിയെ പരിചരിക്കുന്നതിനിടയിൽ, ചികിത്സിക്കുന്നതിനിടയിൽ രോഗി മരിക്കുന്നു. യാദൃശ്ചികമായാണ് അവിടെ മരണം സംഭവിക്കുന്നത്. അവിടെ ഖിസാസ് പ്രതിക്രിയ, തിരിച്ചു കൊല്ലുക എന്നതുണ്ടാവില്ല, ദിയാദനം നൽകേണ്ടി വരും. 3ാമത്തത് പൂർണ്ണമായും അബദ്ധവശാൽ സംഭവിക്കുന്ന കൊലപാതകമാണ്. ഒരാൾ ഒരു പക്ഷിയെ വേട്ടയാടുകയായിരുന്നു. അബദ്ധത്തിൽ വെടിയുണ്ട പതിച്ചത് അടുത്തുള്ള ആളുടെ ദേഹത്താണ്. അങ്ങനെ അയാൾ കൊല്ലപ്പെടുന്നു. അബദ്ധവശാൽ സംഭവിച്ച കൊലപാതകമാണ്. അവിടെയും ഖിസാസില്ല, ദിയത്ത് നൽകേണ്ടി വരും. അപ്പോൾ കൊലപാതകം നടന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് കൊലക്കയർ എടുക്കൂ എന്ന സമീപനമല്ല ഇസ്ലാമിൻ്റേത്. അതേസമയം കൊലക്കയർ ആവശ്യം ഉള്ള ഇടങ്ങളുണ്ട്. അപ്പോഴും വിട്ടുവീഴ്ചയുടെയും ക്ഷമയുടെയും മനുഷ്യത്വത്തിൻ്റെയും വലിയ സമീപനമാണ് ഇസ്ലാമിൻ്റെ ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട നിലപാടിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആത്യന്തികമായി ഒരു മനുഷ്യനെ അകാരണമായി കൊല്ലുന്നയാൾ, അയാൾ മനുഷ്യരാശിയെ ഒന്നാകെ കൊല്ലുന്നു എന്ന പരിപ്രേക്ഷ്യമാണ്, കാഴ്ചപ്പാടാണ്
ഇസ്ലാം കൊലപാതക കുറ്റത്തെ പ്രതി മുന്നോട്ട് വെക്കുന്നത് എന്ന് ഈ ശിക്ഷാരീതികളുടെ വൈവിധ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പുതിയ കാലത്ത് ലോകത്തുണ്ടാകേണ്ടതും അത് തന്നെയാണ്. അപ്പോൾ മാത്രമേ ഇരകൾക്ക് അവരർഹിക്കുന്ന നീതി ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ.